ഒരു കാരണവശാലും ഒരു മുന്നണിയോ പാർട്ടിയോ അംഗീകരിക്കുകയോ മാപ്പ് കൊടുക്കുകയോ ചെയ്യാത്ത പെരുമാറ്റമാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്തുണ്ടായത്. ഇനി അദ്ദേഹത്തെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ പറയുമായിരുന്നില്ലല്ലോ എന്നുള്ളതാണ് ശരി. ഇനി കൂടെ നിർത്തി എന്ന് കരുതുക, അദ്ദേഹത്തിന് അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രഖ്യാപിക്കുന്നത് കരുതുക, പേര് പ്രഖ്യാപിക്കുന്നത്. എന്തായിരിക്കും അൻവറിൻ്റെ റിയാക്ഷൻ? അൻവർ യു ഡി എഫിന് പുറത്ത് നിന്ന് നടത്തിയ റിയാക്ഷൻ ആയിരിക്കുമോ, അകത്ത് കയറിയതിന് ശേഷം നടന്ന റിയാക്ഷൻ ആയിരിക്കും യു ഡി എഫിന് കൂടുതൽ ഡാമേജ് ഉണ്ടാകുക? അകത്ത് നിന്നിട്ട് പറയുമ്പോഴായിരിക്കും. ഇപ്പോൾ അൻവർ പറഞ്ഞാൽ അൻവർ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അൻവർ യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പറായിട്ട് ആര്യാടൻ ഷൗക്കത്ത് പറ്റില്ല, ആര്യാടൻ ഷൗക്കത്ത് LDF ആയിട്ട് ഇതിന് പോയതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ യു ഡി എഫിന് ആവശ്യം ചെയ്യാനുള്ള അയാളെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവർ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഇന്ന് വൈകുന്നേരം സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കി കൂടെ നിർത്തും, ഈ പ്രശ്നങ്ങൾ തീരും, അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് കരുതുക. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്, അങ്ങനെയാണെന്ന് കരുതുക. ഈ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന അടുത്തൊരു ഇലക്ഷൻ ഉണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ സമയത്ത് അൻവറിൻ്റെ ക്ലെയിം എന്തൊക്കെയായിരിക്കും? അൻവർ എവിടെയൊക്കെ സീറ്റ് ചോദിക്കും? അൻവറുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് അവിടെ ശക്തിയുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് അവിടെ ശക്തിയുണ്ട്, ഞങ്ങൾ 5-6 സീറ്റല്ല പഞ്ചായത്തിന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ തലവേദനയോട് വരാൻ പോകും. ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് നെഗോഷിയേഷൻ മതിയായിരിക്കില്ല അൻവറുമായിട്ടുള്ള സീറ്റ് നെഗോഷിയേഷൻ. ഇപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളെ ഒരു മുന്നണിക്ക് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഒരു ചോദ്യം. അവിടെ തിരുത്തേണ്ടത് അൻവർ തന്നെയാണ്. ഇന്ന് VD സതീശൻ പറയുന്ന കാര്യം തന്നെയാണല്ലോ. നിങ്ങൾ മാറി മാറി ചോദിക്കുന്നു, ഞാൻ 2 വാക്കുകളെ പറയുന്നുള്ളൂ. അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, UDFൽ അദ്ദേഹത്തിന് അസോസിയേറ്റ് അംഗത്വം കൊടുക്കാം എന്നാണ് ഇന്നും അദ്ദേഹം പറയുന്നത്. അല്ല അയവിൻ്റെ ഒന്നുമില്ല, മാപ്പ് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് KC വേണുഗോപാലിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് സതീശനെ തട്ടിമറിച്ചു എന്ന് അൻവർ പറയുന്നുണ്ടല്ലോ. ഇതേ KC വേണുഗോപാലിൻ്റെ കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്ന് അറിയില്ല എന്ന് വിമർശിച്ച ആളാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. KC വേണുഗോപാലിന് കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്ന് അറിയാം. അങ്ങനെ ഒരുത്തനെ പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയതുകൊണ്ടാണ് കോൺഗ്രസ് നശിച്ചതെന്ന് വാർത്താസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞാലാണ് അൻവർ. എന്നിട്ട് അതേ അൻവർ പറയാണ് ഇനി എനിക്ക് ആശ്രയം KC വേണുഗോപാൽ മാത്രമേ ഉള്ളൂ. ഇത് ഒരു PC ജോർജ് പ്രോ മാക്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 2-ാം തീയതി ഇദ്ദേഹത്തെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തുന്നു. മറ്റുള്ളവരും ഇപ്പോൾ UDF നേതാക്കൾ അറിയില്ല, സുധാകരനും പോയി, ഈ പറയുന്ന ഹാസനും പോയി. ആ തീരുമാനം എന്തുകൊണ്ടാണ് വൈകിയത്? നമ്മൾ ഇദ്ദേഹത്തെ എടുക്കേണ്ടതില്ല എന്നൊന്ന് തീരുമാനിച്ചിരുന്നോ? അതോ അതിൻ്റെ ഉള്ളുകളിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ സതീശനെ അത് പ്രഖ്യാപിക്കാൻ തീരുമാനം സതീശൻ നിന്നിട്ട് പ്രഖ്യാപിച്ചില്ല എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. അതാണ് ചോദിക്കുന്നത്. അതായത് പ്രഖ്യാപിക്കുന്നത് വരെ ഈ സംഭവം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ, അത്രയും സമയം ഉണ്ടായിരുന്നു. അത് നീട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഈ ഡാമേജ് അത്രയും കുറഞ്ഞത്. ഞാൻ വീണ്ടും പറയുകയാണ്, മെയ് 2-ാം തീയതി തന്നെ പ്രഖ്യാപിച്ചു എന്ന് കരുതുക. PV അൻവറിന് മുന്നണിയിലേക്ക് എടുത്തു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് UDFൽ സമവായം ഉണ്ടാകുമ്പോൾ അൻവറിൻ്റെ നിലപാടെന്തായിരിക്കും? ഇനി അൻവറിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പ്രഖ്യാപിക്കണം. കോൺഗ്രസിൻ്റെ ആണല്ലോ സീറ്റ്, കോൺഗ്രസ്സാണല്ലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുകയാണ്. അകത്ത് നിൽക്കുന്ന അൻവർ ആയിരിക്കുമോ പുറത്ത് നിൽക്കുന്ന അൻവർ ആയിരിക്കുമോ UDFന് കൂടുതൽ? അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ അകത്ത് നിൽക്കുന്ന അൻവറിൻ്റെ എതിർപ്പാണോ പുറത്ത് നിൽക്കുന്ന അൻവറിൻ്റെ എതിർപ്പാണോ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക? ഇപ്പോൾ വളരെ കുറച്ച് ഡാമേജേ ഉള്ളൂ, അകത്ത് നിന്ന് കൂടുതൽ ഡാമേജ് ഉണ്ടായാൽ. ഈ ഒരു കൺസേൺ മെയ് 2-ലുള്ള മീറ്റിംഗിൽ അവരുടെ മുമ്പിൽ ഇല്ല. മാത്രം കൺസേൺ ആണ്. അത് ഒരാളുടെ കൺസേൺ ആവുന്ന എങ്ങനെയാണ്? അത് എല്ലാവരുടെയും കൺസേൺ ആണ്. നിങ്ങൾ നോക്കുക, ഈ അൻവർ UDFൽ ഉണ്ടാക്കാൻ പോകുന്ന കലഹങ്ങൾ ഇത് ഇവിടെ തീരാൻ പോകുന്നില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ തീരില്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ പ്രശ്നം ഉണ്ടാവും, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടാവും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് അവർക്കൊരു PC ജോർജിൻ്റെ അനുഭവം ഉണ്ടെന്ന് UDFന്. UDF ഇതുപോലെ ഒരാളെടുത്ത് വെച്ചതാണ് PC ജോർജിനെ, ചീഫ് വിപ്പൊക്കെ ആക്കി വെച്ചതാണ്. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് PC ജോർജ് എന്തുമാത്രം തലവേദന ഉണ്ടാക്കിയോ അതിലപ്പുറം തലവേദന PV അൻവർ ഉണ്ടാക്കും. പക്ഷേ PC ജോർജുമായിട്ട് അൻവറിനെ താരതമ്യം ചെയ്യുന്നതിൽ എനിക്ക് വലിയൊരു കോസുമായിട്ടാണ് അദ്ദേഹം. ഈ കോസിനെ ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഈ കോസിനെ കോസ് ഏറ്റെടുക്കുന്നത് നിങ്ങളെങ്ങനെ പറഞ്ഞു? ഇനിയിപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും? ഇനിയിപ്പോൾ നിലമ്പൂർ ബൈപ്പാസ് ഉണ്ടാക്കിയോ, നിലമ്പൂർ കാട്ടാന ശൈലി ഉണ്ടെന്നുള്ള ഇതല്ല വരാൻ പോകുന്നത്. അവിടെ വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ തന്നെ വരാൻ പോകുന്നു. MV ഗോവിന്ദ മാസ്റ്റർ സമ്മതിച്ചു, എല്ലാ തെരഞ്ഞെടുപ്പും സർക്കാരിൻ്റെ വിലയിരുത്തലാണ്. സ്വരാജ് പറയുന്നത് എന്താണ്? ആ വിലയിരുത്തൽ നടക്കട്ടെ, എന്നിട്ട് തുടർ ഭരണത്തിനുള്ള ഒരു തുടക്കമാവട്ടെ എന്നാണ് പുതിയ സ്ഥാനാർത്ഥി പോലും പറയുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, ഒരു സംശയമില്ല. ഇന്ന് മാത്രമല്ല, പിണറായി വിജയൻ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി വേണം LDFൽ നിന്ന് വാശി പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും സർക്കാരിനെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഉൾപ്പെടെ ഭരണപക്ഷത്തു നിന്ന് മറുപടി വേണം, ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ സ്ഥാനാർത്ഥി വരണം എന്നുള്ളതുകൊണ്ടാണ് ആ വിഷയം. അപ്പോൾ PV അൻവർ എത്ര ഡാമേജ് ഉണ്ടാക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അത് അൻവറിനെ മാറ്റി നിർത്താനൊന്നുമല്ല, അൻവർ എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് UDF നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്.